അയൽവാസിയുടെ മതിലിന്റെ അപ്പുറത്തേക്കാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് കോഴിയോ ചിക്കൻ അതുപോലുള്ള സാധനങ്ങളുടെ വേസ്റ്റ് നമ്മൾ തട്ടുന്നത് അയൽവാസിയുടെ വീട്ടിലേക്കാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ മീൻ കഴുകിയ വെള്ളം ഒഴിക്കുന്നത് അയൽവാസിയുടെ വീട്ടിലേക്കാണ്. നമ്മുടെ ബാത്റൂമിന്റെ ഡ്രെയിനേജ് നമ്മൾ തിരിച്ചുവിടുന്നത് അയൽവാസിയുടെ പറമ്പിലേക്കാണ്. അത്തരം ആളുകളെ കുറിച്ചാണ് വളരെയധികം ഗൗരവത്തോടുകൂടി താക്കീത് നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, വല്ലാഹി ലാ യുഅ്മിനു, അല്ലാഹുവാണ് സത്യം, മുഅ്മിനല്ല. വല്ലാഹി ലാ യുഅ്മിനു, വല്ലാഹി ലാ യുഅ്മിനു. 3 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഒരു മനുഷ്യൻ മുഅ്മിനല്ല, മനുഷ്യൻ മുഅ്മിനല്ല, മുഅ്മിനല്ല. ഈ സമയത്ത് സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ആരാണ് മുഅ്മിനല്ലാത്തവൻ? പരിശുദ്ധമായ ദീനിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താക്കി നിർഭാഗ്യവാൻ ആരാണ് നബിയേ? ഈ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു. സ്വന്തം അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവനാരോ, സ്വന്തം അയൽവാസിയെ പ്രയാസപ്പെടുത്തുന്നവനാരോ, സ്വന്തം അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചവനെ പ്രയാസപ്പെടുത്തുന്നവനാരോ, അവന്റെ വളപ്പിലേക്ക് ചപ്പുചവറുകൾ വലിച്ചെറിയുന്നവനാരോ, തന്റെ ബാത്റൂമിന്റെ ഡൈനേജ് സ്വന്തം അയൽവാസിയുടെ പറമ്പിലേക്ക് തിരിച്ചുവിടുന്നവനാരോ, അവൻ മുസ്ലിമല്ല, അവൻ പരിശുദ്ധമായ ദീനിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താണ്, അവൻ അല്ലാഹുവിന്റെ റഹ്മത്തിന് അർഹനല്ലെന്ന് നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അല്ലാഹുവിനെ കൊണ്ട് നിങ്ങൾ ഒരിക്കലും ശിർക്ക് ചെയ്യാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ നന്മ ചെയ്യണം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, വൽ ജാരിൽ ഖുർബാ, നിങ്ങളുടെ തൊട്ടടുത്ത കുടുംബ ബന്ധമുള്ള അയൽവാസിയോട് നിങ്ങൾ കരുണ ചെയ്യണം, അവനോടുള്ള ബാധ്യതകൾ നിറവേറ്റണം. വൽ ജാരിൽ ജുനുബ്, നിങ്ങളുടെ അടുത്തുള്ള അയൽവാസിയുടെ ആ കടമകളും ബാധ്യതകളും നിങ്ങൾ നിറവേറ്റണമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫലഖദഹൽ അഖബാ വമാ അദ്റാക മൽ അഖബാ ഫത്തു റഖബാ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്റബാ യതീമൻ ലാ മഖറബാ ഔ മിസ്കീനൻ ലാ മത്റബാ. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ ചോദിക്കുകയാണ്, ഓ മനുഷ്യരെ, ഫലഖദഹൽ അഖബാ, എന്തുകൊണ്ടാണ് അവർ മുറിച്ചു കടക്കാത്തത്? അവർക്ക് കടക്കാനുള്ള ചെക്ക് പോസ്റ്റ് അവർ എന്തുകൊണ്ടാണ് മുറിച്ചു കടക്കാത്തത്? ഫത്തു റഖബാ, അടിമയെ മോചിപ്പിക്കലാണ്. അത് നമ്മുടെ കാലത്തില്ല. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്റബാ, വരൾച്ചയുടെ കാലത്ത്, ക്ഷാമത്തിന്റെ കാലത്ത്, ദാരിദ്ര്യത്തിൽ ജനങ്ങൾ മുഴുവൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കലാണ് ആൾക്ക്. തന്റെ അയൽപക്ക ബന്ധമുള്ള, തന്റെ കുടുംബ ബന്ധമുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക്, യതീം മക്കൾക്ക് ഭക്ഷണം കൊടുക്കലാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കടമയെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കടമയാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ ഒരു ഉപായമാണ്, ഉപാധിയാണ് നമ്മുടെ അയൽവാസികളോട് നമ്മൾ ശരിയായ രീതിയിൽ പെരുമാറേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ അല്ലാഹു ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അവര് കടമ്പ വിട്ടുകിടക്കാത്തത്? നരകത്തിലേക്കുള്ള കടമ്പ അവർ വിട്ടുകിടക്കാത്തത് എന്തുകൊണ്ടാണ്? എന്താണ് കടമ്പ? എന്താണ് കടമ്പ? അയൽവാസികളോട്, സ്വന്തം കുടുംബാംഗങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുക, അവരെ സഹായിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള സാധാരണ പണക്കാരായ ആളുകൾക്ക് നാട് മുഴുവനും അവർ കൊടുക്കും, പക്ഷേ തൊട്ടപ്പുറത്തുള്ള അയൽവാസിയുടെ കാര്യം അവർ ശ്രദ്ധിക്കാറേ ഇല്ല. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള പൊതുവെയുള്ള അവസ്ഥ. നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കടമ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അയൽവാസിയെ നിങ്ങൾ ശ്രദ്ധിക്കലാണ്, അവനെ പരിഗണിക്കലാണ്, അവന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കലാണ്, അവന് വേണ്ട കാര്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കലാണെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇന്ന അവ്വല ഖസ്മിൻ യൗമൽ ഖിയാമത്തി അൽ ജാറാൻ, ഇന്ന അവ്വല ഖസ്മിൻ യൗമൽ ഖിയാമത്തി അൽ ജാറാൻ.
ഏത് പ്രശ്നത്തിലാണെന്നറിയുമോ? ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീർപ്പാക്കുന്നത് ഏത് പ്രശ്നമാണെന്നറിയുമോ? ഇന്ന അവ്വല ഖസ്മിൻ യൗമൽ ഖിയാമത്തി അൽ ജാറാൻ. നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ആദ്യമായി ഏറ്റുമുട്ടുന്ന രണ്ടാളുകൾ ആരാണെന്നറിയുമോ? അൽ ജാറാൻ, അയൽവാസികളാണ്. ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീർപ്പാക്കുന്ന പ്രശ്നം അയൽവാസികൾക്കിടയിലുള്ള പ്രശ്നമാണ്. ശഫീഉനാ റസൂലുള്ളാഹി അയൽവാസികൾക്കിടയിലുള്ള പ്രശ്നമാണ് ആദ്യമായി അല്ലാഹു തീർപ്പാക്കുന്നത്. അപ്പൊ ഈ ആദ്യത്തെ പ്രശ്നത്തിൽ തന്നെ നമ്മൾ പരാജയപ്പെട്ടാലോ പിന്നെ അടുത്ത പ്രശ്നങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? ആദ്യത്തെ പ്രശ്നത്തിൽ തന്നെ നമ്മൾ വിജയിക്കണം, ഒരുപാട് മാർക്ക് നേടണം. അപ്പൊ പിന്നെ അടുത്ത പ്രശ്നത്തിൽ നമ്മൾ തോറ്റാലും ഈ മാർക്ക് നമ്മുടെ തുണയായിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ ആദ്യത്തെ പരീക്ഷയിൽ തന്നെ പരാജയപ്പെട്ടു, പിന്നെ നമ്മൾ മറ്റുള്ള പരീക്ഷയിൽ ജയിക്കുമോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ആദ്യമായി നിങ്ങളെ വിചാരണ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീർപ്പാക്കുന്ന പ്രശ്നം അയൽവാസികൾക്കിടയിലുള്ള പ്രശ്നമാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നതായി ഞാൻ കേട്ടു, കമ്മിൻ ജാരിൻ മുതഅല്ലിഖിൻ ബിജാരിഹി യൗമൽ ഖിയാമത്തി യഖൂൽ. എത്രയെത്ര അയൽവാസികളാണ് സ്വന്തം അയൽവാസിയുടെ പിന്നാലെ വന്നുകൊണ്ട് ഖിയാമത്ത് നാളിൽ അല്ലാഹുവിനോട് പറയുകയാണ്, യാ റബ്ബി ഹാദാ ഖലഖ ബാബഹു ദൂനി. ഒരു മനുഷ്യൻ ഇങ്ങോട്ട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോ അയാളുടെ തൊട്ട് പിന്നാലെ അയാളുടെ തൊട്ടപ്പുറത്ത് താമസിച്ചിരുന്ന ആ അയൽവാസി കടന്നു വരികയാണ്. എന്നിട്ട് അല്ലാഹുവിനോട് പറയുകയാണ്, യാ റബ്ബി, തമ്പുരാനെ, രക്ഷിതാവേ, അല്ലാഹുവേ, ഇന്ന ഹാദാ അഗ്ലഖ ബാബഹു ദൂനി. ഞാൻ ദുനിയാവിൽ ഇയാളുടെ അയൽവാസിയായി ജീവിച്ചവനാണ്, ഇയാളുടെ അയൽപക്കത്ത് ജീവിച്ചവനാണ് ഞാൻ. പക്ഷേ ഈ മനുഷ്യൻ അയാളുടെ വീടിന്റെ വാതിൽ എന്റെ മുമ്പിൽ കൊട്ടിയടച്ചു. എനിക്ക് വേണ്ട സഹായങ്ങൾ അയാൾ ചെയ്തു തന്നില്ല. എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോ ആ ബുദ്ധിമുട്ടിൽ അയാൾ സഹായിച്ചില്ല. എനിക്ക് ഒരു സന്തോഷം ഉണ്ടാകുമ്പോ ആ മനുഷ്യൻ അതിന്റെ പേര് ദുഃഖിക്കുകയാണ് ചെയ്തത്. ഈ മനുഷ്യൻ എന്റെ മുമ്പിലേക്ക്, ഞാൻ അയാളുടെ വീട്ടിലേക്ക് സഹായങ്ങൾ ചോദിച്ചു വരുമ്പോ സ്വന്തം അയൽവാസിയായ എന്റെ മുമ്പിലേക്ക് അയാളുടെ വാതിലുകൾ കൊട്ടിയടച്ചവനാണ്. ഞാനൊരു സഹായം ചോദിച്ച അയാളുടെ വീട്ടിലേക്ക് ചെല്ലാൻ ഒരുങ്ങുമ്പോ അയാൾ വാതിൽ അടക്കുകയാണ് ചെയ്തത്. തമ്പുരാനെ എന്ന് നമ്മുടെ സ്വന്തം അയൽവാസി വന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ വന്നിട്ട് പറയും. ഈ പറയുന്ന പ്രയോഗം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ഈ പ്രയോഗം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അഗ്ലഖ ബാബഹു ദൂനി, അതായത് എന്റെ മുമ്പിൽ അയാളുടെ വാതിൽ അടച്ചു എന്ന് പറഞ്ഞാൽ അയാൾ ആട്ടി ഓടിക്കണമെന്നില്ല, അയാളെ പ്രയാസപ്പെടുത്തണമെന്നില്ല. അയാളുടെ കാര്യങ്ങൾ പരിഗണിക്കാതിരുന്നാൽ തന്നെ ഈ വാതിൽ അടച്ചതുപോലെ അയാളുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അയാൾക്ക് എന്ത് സംഭവിച്ചാലും നമുക്കൊരു പ്രശ്നമല്ല എന്ന രീതിയിലാണ് നമ്മൾ പെരുമാറുന്നതെങ്കിൽ പോലും നമ്മുടെ വീടിന്റെ വാതിൽ അയാളുടെ മുമ്പിൽ അടച്ചതുപോലെയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഈ മനുഷ്യൻ വന്ന് പരാതി പറയുമ്പോ അയാൾ ദുനിയാവിൽ ചെയ്ത നന്മകൾ മുഴുവൻ അല്ലാഹു അവിടെ തടഞ്ഞു. ഈ മനുഷ്യൻ വന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ പരാതി പറയുമ്പോ ആ പരാതി പറയപ്പെട്ട മനുഷ്യൻ ചെയ്ത പ്രവർത്തനങ്ങൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ അല്ലാഹു അവിടെ തടഞ്ഞു വെക്കും. അതിപ്പോ തീരുമാനാക്കാനായില്ല. ഈ അയൽവാസിയുടെ കാര്യം തീരുമാനാക്കിയതിനു ശേഷം മാത്രമേ നിനക്ക് നീ ദുനിയാവിൽ വെച്ച് ചെയ്ത നന്മകളുടെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്ന് അല്ലാഹു പറയുന്നതാണെന്ന് നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. ഈ അയൽവാസിയോടുള്ള പ്രശ്നം തീർപ്പാക്കിയതിന് ശേഷം മാത്രമേ നീ ദുനിയാവിൽ വെച്ച് ചെയ്ത നന്മകൾക്ക് പ്രതിഫലമുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. അപ്പൊ പിന്നെ നമ്മൾ കുറെ നന്മകൾ ചെയ്തിട്ട് എന്താ കാര്യം? കുറെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് എന്താ കാര്യം? തൊട്ടപ്പുറത്തുള്ള അയൽവാസിയുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. തൊട്ടപ്പുറത്തുള്ള അയൽവാസി ബുദ്ധിമുട്ടായി ആകെ പ്രയാസപ്പെടുമ്പോ അയാളുടെ കാര്യം ഒന്ന് കണ്ടറിഞ്ഞ് നമ്മൾ സഹായം ചെയ്തു കൊടുത്തില്ല എങ്കിൽ നമ്മൾ ചെയ്ത നന്മകൾക്കൊന്നും നാളെ പ്രതിഫലം ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അദ്ദേഹം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. രണ്ട് മലക്കുകൾ അയാളുടെ വലതുവശത്തും ഇടതുവശത്തും വന്ന് നിൽക്കുന്നു. അവര് തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു മലക്ക് മറ്റൊരു മലക്കിനോട് പറയുന്നു,
ഈ വർഷം ഹജ്ജ് ചെയ്തവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെയും ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല. ഈ വർഷം ഹജ്ജ് ചെയ്തവരിൽ ഒരാളുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പ്രാർത്ഥന കാരണത്താൽ എല്ലാവരുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. അപ്പോ ആ രണ്ടാമത്തെ മലക്ക് ചോദിച്ചു, അല്ലയോ സഹോദരാ, എന്താണ് ആ മനുഷ്യൻ ഇത്രയും വലിയ ഒരു ഉന്നതമായ സ്ഥാനത്തെത്താനുള്ള കാരണം? എന്താണ് അയാൾ ചെയ്ത പ്രവർത്തനം ഇത്രയും വലിയ? ഇയാളുടെ ദുആ കൊണ്ട് ആ വർഷം ഹജ്ജ് ചെയ്ത മനുഷ്യരുടെ മുഴുവൻ ഹജ്ജുകളും സ്വീകരിക്കപ്പെടാൻ മാത്രം വലിയ ഒരു സൽക്കർമ്മം ഈ മനുഷ്യൻ എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ സമയത്ത് ഒന്നാമത്തെ മലക്ക് മറുപടി പറയുകയാണ്, ഈ മനുഷ്യൻ ചെയ്തിരിക്കുന്നത് വേറൊന്നുമല്ല, ഈ മനുഷ്യൻ ഒരുപാട് കാലമായി പരിശുദ്ധമായ മക്കയിൽ കടന്നു ചെന്ന് ആ കഅബ ശരീഫ് ഒന്ന് കൺകുളിർക്ക കാണാൻ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ നാണയത്തുട്ടുകളിൽ ഇങ്ങനെ നാണയത്തുട്ടുകൾ ഓരോന്നായി അദ്ദേഹം എടുത്തു വെക്കുകയാണ്. അങ്ങനെ അവസാനം അയാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള പണമാകുന്നതിന്റെ ആ സമയത്ത് അയാൾ സ്വന്തം അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഒരു ഇറച്ചിയുടെ വാസന കേൾക്കുകയാണ്. ഈ മനുഷ്യൻ അവിടെ ചെന്ന് നോക്കി, എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ നല്ല സദ്യയാണല്ലേ